മുമ്പേ എൻ്റെ ജീവിത പങ്കാളി ലോകത്ത് നിന്ന് ആക്സിഡന്റിൽ എടുക്കപ്പെട്ടു. ഒരു ഗതിയില്ല, പരഗതിയില്ല. ജീവിതത്തിൽ കുറെ ലോണിൻ്റെ കടവും കയറി കിടക്കാൻ ഒരു ഷെഡ് മാത്രമാണ് എനിക്കുണ്ടായിരുന്നത്. ഞാൻ ദൈവത്തിൽ എന്നും കരയുന്നു. ഞാൻ മാത്രമേ ആത്മാവിൽ സത്യത്തിൽ ആരാധിക്കുന്ന ഒരു വ്യക്തിയുള്ളൂ. ബാക്കിയെല്ലാം മക്കളും വിഭാഗക്കാരാണ്. ദൈവം ആരാണെന്ന് മനസ്സിലാക്കിയത് മുതൽ ഞാൻ ദൈവത്തെ കൂടുതൽ മുറുകെ പിടിക്കുവാനും ദൈവത്തിൽ അനുഗ്രഹങ്ങൾ പ്രാപിക്കുവാൻ കടന്നു വന്ന ഒരു വ്യക്തിയാണ്. അപ്പോഴാണ് എൻ്റെ ജീവിത പങ്കാളിയുടെ മരണം. എനിക്ക് 12 വയസ്സായ ഒരു മോനുണ്ടായിരുന്നു. അവനെ വളർത്തുക ഇതാണ് എൻ്റെ ലക്ഷ്യം. ദൈവമക്കളെ, രാത്രിയാമത്തിൽ 12 മണിക്ക് ഞാൻ മുട്ടിന്മേൽ നിന്ന് കരയും. ദൈവമേ, എൻ്റെ മകനെ വളർത്തണം, കടഭാരം തീർക്കണം, എനിക്കൊരു ഭവനം വേണമെന്ന് ഞാൻ അങ്ങനെ കരയുക വരുമായിരുന്നു. അങ്ങനെ എന്നെ കാണുവാൻ എന്നെ രാത്രി സ്വപ്നത്തിൽ ഒരു ദൈവദാസൻ വന്ന് എന്നോട് സംസാരിക്കുമായിരുന്നു. ഒരു ദിവസം എന്നോട് സംസാരിച്ചിട്ട് പറഞ്ഞ്, നിനക്ക് മരുഭൂമിയിൽ ദൈവം തമ്പുരാൻ നീറോ തുറക്കാൻ പോവുകയാണ്. അവിടെ ചെന്ന് എൻ്റെ കടഭാരം തീർക്കും, നിനക്ക് ഭവനം പണിയാൻ പറ്റും, നിനക്ക് നഷ്ടപ്പെടാതെ ഇനിയും ചിലത് നഷ്ടപ്പെടാനുണ്ടെന്ന്. ദൈവമക്കളെ, ഞാൻ എന്താണെന്ന് എനിക്കറിയാൻ പാടില്ല. ഞാൻ 17 വർഷം കുവൈറ്റിലെ ഹോസ്പിറ്റലിലെ വെയിറ്റ്ലസ് ആയിട്ട് ഞാൻ ജോലി ചെയ്ത് കാശുണ്ടാക്കി ഞാൻ വീടും വെച്ച് ഞാൻ കടഭാരവും തീർത്തെല്ലാം എൻ്റെ മകനെ കൊണ്ട് എനിക്കൊരൊറ്റ മോനേ ഉള്ളൂ. അവനെ കൊണ്ട് കല്യാണം കഴിപ്പിച്ച് സുഖമായിട്ട് അവന് 2 മക്കളുണ്ട്. സുഖമായിട്ട് ജീവിച്ച സമയത്ത് ജീവിതത്തിൽ അവന് മരണദൂതൻ അവിടെയും കടന്നു വന്ന് എൻ്റെ മോൻ ഈ ലോകത്ത് നിന്ന് എടുക്കപ്പെട്ടിട്ട് 1.5 വർഷമായി. അവളും പിള്ളേരും എൻ്റെ കൂടെയാണ്. ഈ എടുത്ത പുസ്തകം ഞാനൊരിക്കലും താഴെ വെച്ചിട്ടില്ല. ഈ പുസ്തകത്തിൻ്റെ ഉടയനോട് മാത്രം എൻ്റെ ആവശ്യങ്ങളെ പറഞ്ഞ് ഞാൻ കരയുക പതിവാണ്. ദൈവമക്കളെ, ഇന്ന് ജീവിതത്തിൽ 2 പിള്ളേരും അവളും എൻ്റെ കൂടെയാണ്. ഞങ്ങൾക്ക് ഇന്ന് അന്നത്തിനുള്ള വഴി തമ്പുരാൻ ആരിൽ കൂടിയെങ്കിലും പ്രവർത്തിക്കുന്നുണ്ട്. ഞങ്ങളിന്ന് പട്ടിണിയില്ല, കടഭാരമില്ല, ഞങ്ങൾക്ക് ഭവനം പണിയുള്ള വഴി തമ്പുരാൻ ഒരുക്കി തന്ന് ഇന്ന് ദൈവശല്യം ഞാൻ നന്ദിയുള്ളവളാണ്. പിന്നെ ഞാൻ പറയുന്നത്, നാം എന്ത് കഷ്ടപ്പെട്ടാലും നീ ദൈവത്തെ അറിയുവാൻ നിനക്ക് കഴിയുമോ? ദൈവത്തിൽ അനുഗ്രഹങ്ങൾ പ്രാപിക്കുവാൻ നിനക്ക് കഴിയുമോ? നിന്റെ മരണം നിന്റെ ജീവിതത്തിൽ കടന്നു വരും, പ്രതികൂലം കടന്നു വരും, പ്രതിസന്ധി കടന്നു വരും, പ്രശ്നങ്ങൾ കടന്നു വരും. ദൈവ വൈതലേ, നിനക്കതിൽ നിന്നും ഒരു വിട്ടുവീഴ്ച ഉണ്ടാകണമെങ്കിൽ നീ ജീവനുള്ള ദൈവത്തെ കണ്ടെത്തണം. അതെ, നിനക്ക് ആ ദൈവത്തെ കണ്ടെത്തുവാൻ കഴിയുമോ? നിനക്ക് ദൈവം വേണ്ടുവോളം എല്ലാം തരുന്നുണ്ട്. വസ്ത്രം തരുന്ന, വാഹനം തരുന്നുണ്ട്. നിനക്ക് എന്ത് വേണമെങ്കിലും ദൈവം തരും. അതിൽ പ്രവർത്തനം നടക്കണമെങ്കിൽ ദൈവം തമ്പുരാൻ അതിൽ പ്രവർത്തിക്കണം. ആ കാര്യം നീ മറന്നു പോകരുത്. ജീവിതത്തിൽ 1.5 വർഷം കൊണ്ട് ഞങ്ങൾ ഒറ്റയ്ക്കുള്ള ജീവിതമാണെങ്കിലും ദൈവം ഞങ്ങളെ കൈവിട്ടിട്ടില്ല. ദൈവമക്കളെ, നിയമപുസ്തകവുമായി ഇറങ്ങി തിരിച്ചിട്ട് 23 വർഷമായി. തിരുവനന്തപുരം ഇടുക്കി വരെ ഞാൻ കർത്താവിൻ്റെ വേല ഒറ്റയ്ക്കാണ് പോകുന്നത്, ഒറ്റയ്ക്കാണ് വരുന്നതും. ഞാൻ ഇന്ന് ഒരു വാട്സപ്പിൽ കൂടി ഒരു പ്രയർ ഗ്രൂപ്പ് നടത്തുന്നുണ്ട്. അഡ്മിനാണ് ഞാൻ. വിദേശത്തും സ്വദേശത്തും സ്റ്റേറ്റ് ബൈ സ്റ്റേറ്റിലുള്ളവർ ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. രാവിലെ എണീക്കും, നിയമപുസ്തകവുമായി ആരെങ്കിലും എന്നെ വിളിക്കും. നിയമപുസ്തകവുമായി ഞാൻ ഭവനങ്ങളിൽ ചെന്ന് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ഇതാണ് എൻ്റെ ജോലി. ദൈവവേദലേ, ദൈവം വലിയവനാണ്. ദൈവത്തെ രുചിച്ചറിഞ്ഞതുകൊണ്ട് ജീവിതത്തിൽ നിന്ന് ആത്മീയ സന്തോഷം അനുഭവിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. ആ ദൈവത്തെ നിനക്ക് കണ്ടെത്തുവാൻ കഴിയുമോ? ആ കുരുടൻ, വ്യക്തിമായെന്ന കുരുടൻ ദൈവസന്നിധിയിൽ വിളിച്ചു, ദൈവമേ, എനിക്ക് കാഴ്ച പ്രാപിക്കണമെന്ന്. ദൈവം തമ്പുരാനോടെ കൂടി പോയപ്പോൾ കാഴ്ച പ്രാപിക്കണമെന്ന് മാത്രമേ വിളിച്ചുള്ളൂ. അവൻ എസ്റ്റേറ്റ് ചോദിച്ചില്ല, വീട് ചോദിച്ചില്ല, കാറ് ചോദിച്ചില്ല, ഒന്നും അവൻ ദൈവത്തോട് ചോദിച്ചില്ല. എനിക്ക് വിടുതൽ, എൻ്റെ കാഴ്ച പ്രാപിക്കണമെന്ന്. ദൈവവേദലേ, നിൻ്റെ ആവശ്യം നീ ആവശ്യത്തോടുകൂടി ദൈവസന്നിധിയിലേക്ക് കടന്നു എന്നാൽ നിശ്ചയമായിട്ടും നിനക്ക് ദൈവം വിടുതലിൻ്റെ കരം അയക്കുക തന്നെ ചെയ്യും, നിന്നെ രക്ഷിക്കുക തന്നെ ചെയ്യും. അതെ, നീ വീട്ടിൽ നിന്നും ഭവനത്തിൽ നിന്നും നീ പുറത്തിറങ്ങുമ്പോൾ നീ ഒരു വഴി പ്രാർത്ഥിക്കുമോ ദൈവത്തോട്? ദൈവമേ, ഞാനിതാ കടന്നു പോകുന്ന വഴിയാണ്, നീ എന്നെ അനുഗ്രഹിക്കണമേ. ആപത്തോ അനർത്ഥമോ പ്രതികൂലമില്ല ദൈവമേ, നീ എന്നെ വഴി നടത്തി വീട്ടിൽ കൊണ്ട് ചേർക്കണമേ എന്ന് നീ വിളിക്കുകയാണെങ്കിൽ, അതെ, നീ ഒരു ദിവസം പ്രാർത്ഥിച്ചിട്ട് നീ ഭവനത്തിൽ നിന്ന് ഇറങ്ങുകയാണെങ്കിൽ നിൻ്റെ കുടുംബം അനുഗ്രഹിക്കപ്പെടുക തന്നെ ചെയ്യും. പിന്നെ എനിക്കൊരു കാര്യം പറയാനുള്ളത്, അയ്യോ, എനിക്ക് ഭവനമില്ല, എനിക്ക് കടഭാരമാണ്, എൻ്റെ മക്കൾ വിവാഹപ്രായം എത്തിയിരിക്കുന്നു, കല്യാണം കഴിച്ചു കൊടുക്കുവാൻ നിവർത്തിയില്ല, വിദ്യാഭ്യാസം പൂർത്തിയായിട്ട് ജോലിയില്ല. ദൈവമൈതലേ, നീ രാത്രിയാമത്തിൽ രഹസ്യത്തിൽ കാണുന്ന പിതാവിനോട് നീ കരഞ്ഞു നോക്ക്. ദൈവം നിശ്ചയമായിട്ടും ഏതെങ്കിലും വഴിയിൽ കൂടി അതിനുള്ള വഴി പോകും വഴി ദൈവം കാണിച്ചു തരും. ആ കാര്യം നീ മറന്നു പോകരുത്. വിധവയും അനാഥയുമായി എന്നെ വഴി നടത്തുന്ന തമ്പുരാൻ
നിങ്ങളെല്ലാവരെയും വഴി നടത്തുമെന്ന് പൂർണ്ണ വിശ്വാസത്തോട് പറയുകയാണ്. എവിടെ നിന്നാലും ദൈവവചനം പ്രസംഗിക്കാൻ എനിക്ക് ഒരു ലജ്ജയില്ല. ദൈവത്തിന് വേണ്ടി ജീവിക്കാനും മരിക്കാനും ഞാൻ ഇറങ്ങിയിട്ടുണ്ട്. കാരണം എനിക്കിന്ന് ഒരു പ്രശ്നമില്ല. മഴ നനയുമെന്നോ കടഭാരം ഉണ്ടോന്നോ എനിക്ക് പ്രശ്നമില്ല. അതുകൊണ്ട് എനിക്ക് ദൈവം, ഞാൻ ചോദിച്ചതെല്ലാം തന്നിട്ടുണ്ട്. ദൈവമക്കളെ, ദൈവം നിന്നെ ഒരിക്കലും കൈവിടില്ല. മക്കൾക്ക് വേണ്ടി കരയുന്ന മാതാപിതാക്കളോട് പറയുകയാണ് എനിക്ക് പറയാനുള്ളത്. നീ കണ്ണുനീരൊഴുക്ക്, മക്കൾക്ക് വേണ്ടി നീ കണ്ണുനീരൊഴുക്ക്. നിന്റെ മക്കൾക്ക് ദൈവം പുതിയ വഴിയും വാതിലും ഒരുക്കി തരും. അതേ, ദൈവം വലിയവനാണ്. ദൈവം നിങ്ങളാരെയും കൈവിടൂല. അറിയുകയാണെങ്കിൽ, വിശ്വസ്തയോടുകൂടി നീ ദൈവസന്നിധിയിൽ നിൽക്കുകയാണെങ്കിൽ നിശ്ചയമായിട്ടും നിനക്ക് പുതിയ വഴിയും വാതിലും തുറന്നു തരുക തന്നെ ചെയ്യും. ആ ദൈവത്തെ നിനക്ക് കണ്ടെത്തുവാൻ കഴിയുമോ? എങ്കിൽ നിശ്ചയമായിട്ടും ദൈവം നിന്റെ കുടുംബത്തെ അനുഗ്രഹിക്കുക തന്നെ ചെയ്യും. ദൈവം ആരെയും ഒരു നാളും അനാഥരായി വിട്ടിട്ടില്ല, അനാഥരായി വിടുകയില്ല. അതേ ദൈവമകളെ, ഇത്രയും പറഞ്ഞുകൊണ്ട് എൻ്റെ ഈ അനുഭവ സാക്ഷ്യം നിർത്തുകയാണ്.